ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസ് പന്തളം കൊട്ടാരത്തിൽ തിരുവാഭരണം കണ്ട് തൊഴുത ശേഷം അദ്ദേഹത്തിന് സ്വീകരണം നൽകി. നമുക്ക് ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. സ്വാമി ശരണം. ഇന്ന് പന്തളത്തിന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ശബരിമലയിലെ മകരവിളക്ക് ദിവസം അയ്യപ്പസ്വാമിക്ക് ചാർത്തുവാനുള്ള മകൻ എന്നുള്ള നിലയിൽ അച്ഛൻ സംഭാവന ചെയ്യുന്ന തിരുവാഭരണം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ദിവസമാണ് ധനു 28. 2.5 ദിവസം കൊണ്ട് സഞ്ചരിച്ച് മകരവിളക്ക് ദിവസം കാൽനടയായിട്ട് ശബരിമലയിലെത്തി അത് ചാർത്തിയ ശേഷമാണ് വൈകിട്ട് മകരവിളക്ക് തെളിയുക. അപ്പോൾ ആ ഒരു പന്തളത്തിൻ്റെ പ്രാധാന്യം അതാണ്. അങ്ങനെയുള്ളൊരു ദിവസമാണ് നമ്മൾ ഇവിടെ ഇന്ന് ഒത്തുകൂടിയിട്ടുള്ളത്. അപ്പോൾ അയ്യപ്പധർമ്മത്തെ പറ്റിയും അയ്യപ്പധർമ്മത്തിൻ്റെ വർത്തമാനകാല പ്രസക്തിയെപ്പറ്റിയും ഒരു അരമണിക്കൂർ ദൈർഘ്യം വരുന്ന ഒരു ചെറിയ ചർച്ച. അപ്പോഴത്തേക്കിനും ഇവിടെ തിരുവാഭരണത്തിൻ്റെ തിരക്കുകൾ തുടങ്ങും. നമുക്കത് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ഒരു പരമാവധി അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ ചർച്ചയാണ് ഇവിടെ അരുൺ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ തുടങ്ങി വയ്ക്കുന്നതിന് വേണ്ടി ആരാധനായ ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. സനാതന ധർമ്മത്തിൻ്റെ ആധ്യാത്മിക ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ അവസരത്തിൽ ഇങ്ങനെയുള്ളൊരു ചർച്ച തികച്ചും കാലിക പ്രാധാന്യമുള്ളതാണ്. ഈശ്വര രക്ഷതു എന്ന് വിശ്വസിക്കുന്നവരാണ് നാം. സത്യം പദ ധർമ്മം ചര എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നവരാണ് നാം. വസുധൈവ കുടുംബകം ലോകമേ തറവാട് എന്ന് വിശ്വസിക്കുന്നവരാണ് നാം. എന്നാൽ ഇന്ന് ഈ ധർമ്മം നേരിടുന്ന വെല്ലുവിളികൾ ചില്ലറയല്ല. ആധുനിക യുഗത്തിന് അനുസൃതമായ രീതിയിൽ ധർമ്മത്തെ മാറ്റാനാവില്ല. നമുക്കറിയാം, ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്ന എന്താണ്? ജാതസൈ ധ്രുവം മൃത്യും ധ്രുവം ജന്മ മൃതസജ തസ്മാത് അപരിഹാര്യാർത്ഥേ നത്വം ശോചിതമർഹസി. ജനിച്ചാൽ മരിക്കും, മരിച്ചാൽ ജയിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ലായിരുന്നു. നമുക്കറിയാം, നാം വിശ്വസിക്കുന്നു ദേഹമല്ല വലുത്, ദേഹിയാണ് വലുത്. ദേഹം ഏതാണ്ട് നമ്മുടെ ഉടയാട പോലെയാണ്, മാറ്റിയെടുക്കാം. പക്ഷെ ദേഹി അങ്ങനെയല്ല. പലപ്പോഴും ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു. ദേഹം എനിക്ക് തൊട്ട് നോക്കാൻ അറിയാം, മണത്ത് നോക്കാൻ അറിയാം. ഐ ക്യാൻ ഫീൽ ഇറ്റ്, ഐ ക്യാൻ ടച്ച് ഇറ്റ്. പക്ഷെ ദേഹി എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ ഏറ്റവും ലഘുവായ ഉത്തരം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. നയനം ചിന്തന്തി ശാസ്ത്രാണി നയനം ദഹതി ഭാവക നചയനം ക്ലേദയന്തിയാപ്പോ ശോഷിയതി മാരുത. യാതൊരു രീതിയിലും അമ്പുകൾ കൊണ്ടോ തീ കൊണ്ടോ വെള്ളം കൊണ്ടോ ഒന്നും വായു കൊണ്ടോ നശിപ്പിക്കാൻ പറ്റാത്ത ഒന്നാണ് ആത്മാവ്. ഇങ്ങനെ വിശാലമായ കാഴ്ചപ്പാടിൽ ജീവിക്കുന്ന ഒരു സമൂഹം ഇന്ന് ഭീഷണികൾ നേരിടുകയാണ്. ഈ ഭീഷണികളെ ചെറുത്തു നിൽക്കേണ്ടത് ആവശ്യമാണ്. ഈശ്വരനെ അർപ്പിച്ചുകൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പോ എന്ന് നമ്മുടെ മനസ്സിൽ നാം ധ്യാനിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നു. ഇന്ന് നമ്മുടെ വിശ്വാസം വെല്ലുവിളിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. അതിന് നമ്മളെ പ്രേരിപ്പിക്കാൻ അയ്യപ്പസ്വാമി പ്രേരകമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചർച്ച വളരെയധികം സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. ഇത്തരം ചർച്ചകൾ കേരളത്തിൻ്റെ, ഭാരതത്തിൻ്റെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടപ്പാക്കണമെന്ന് അയ്യപ്പ കോൺഷ്യസ്നസ് എന്താണ് എന്നതിന് പുനർജീവനം വേണം എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. താങ്ക് യു. ആനന്ദബോസ് സാറിന് വേറെ കാര്യപരിപാടികളെന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ പോവുകയാണ്. ചർച്ച തുടരാം. ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസ് പന്തളം കൊട്ടാരത്തിലെത്തി തിരുവാഭരണം കണ്ട തൊഴുത ശേഷം അദ്ദേഹം ഇപ്പോൾ മടങ്ങുകയാണ്. കൊട്ടാരം പ്രതിനിധികൾ അദ്ദേഹത്തിന് സ്വീകരണം നൽകി. മിഥുൻ മുരളി ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, പറയൂ.
സർ, പന്തളം കൊട്ടാരത്തിലേക്ക് എത്തി ഈ ഒരു പ്രത്യേക വിശിഷ്ടമായിട്ടുള്ള ദിവസം, ഈ ദിവസത്തെ അങ്ങയുടെ ഈ സാന്നിധ്യം തന്നെ ഒരു പ്രത്യേകതയുള്ളതാണ്. ഈ ദിവസത്തിലുള്ള സാന്നിധ്യം എങ്ങനെ ഉണ്ട്? ഈ ദിവസത്തെ ഇവിടെ എത്തുമ്പോഴുള്ള ഈ അനുഭവവും മറ്റു കാര്യങ്ങളും. എൻ്റെ എളിയ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു നിമിഷമായിട്ട് ഞാനിതിനെ കാണുകയാണ്. അയ്യപ്പൻ്റെ സന്നിധിയിൽ എത്താനും അല്പസമയം പ്രാർത്ഥനയോടുകൂടി കഴിയാനും കഴിഞ്ഞ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. അയ്യപ്പ കോൺഷ്യസ്നസ് വരും തലമുറയെ നയിക്കേണ്ടതാണ്. അതിനാവശ്യമായ ക്രമീകരണങ്ങൾ, മാനസികമായ വ്യാപാരങ്ങൾ നടത്തേണ്ടതുണ്ട്. സനാതന ധർമ്മത്തിൻ്റെ പ്രതീകമായ അയ്യപ്പൻ എക്കാലവും നമ്മുടെ മുന്നിൽ പ്രഭ ചൊരിയുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ ഉള്ള ശ്രമങ്ങൾ തുടരേണ്ടതാണ്. ഭക്തി വേറെ, യുക്തി വേറെ. ഭക്തിയെ യുക്തിയുടെ അളവുകൾ കൊണ്ട് അറക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. തീർച്ചയായും അദ്ദേഹം ഇപ്പോൾ പന്തളം കൊട്ടാരത്തിൽ സന്ദർശനം നടത്തിയതിന് ശേഷം പന്തളം കൊട്ടാരം പ്രതിനിധികളുമൊക്കെ ആയിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മടങ്ങുകയാണ്. ഇവിടെ അല്പസമയം ഈ കൊട്ടാരവുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ നമ്മൾ ശ്രവിച്ചതാണ്. അതിനുശേഷം ഈ ചർച്ച ഇനിയും തുടരും. ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SJR കുമാർ, രാഷ്ട്രീയ സ്വയംസേവക സംഘ് വിശേഷ പ്രമുഖ K ജയകുമാർ അടക്കമുള്ള ആളുകൾ, മഹത് വ്യക്തികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ചർച്ച ഇനിയും ഇവിടെ തുടരും. ഇപ്പോൾ അദ്ദേഹം ഇവിടുത്തെ പരിപാടികൾ പൂർത്തിയാക്കി പന്തളം കൊട്ടാരത്തിലെ തിരുവാഭരണ ദർശനം ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾ പൂർത്തിയാക്കി, ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുകയാണ്. അതിനു മുൻപായിട്ട് പന്തളം കൊട്ടാരം പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചകൾ, തിരുവാഭരണ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇതെല്ലാം സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇന്ന് ഇവിടുന്ന് മടങ്ങുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നത്. ഇതിനോടനുബന്ധിച്ചുള്ള ഒരു സന്ദർശനം ഇന്ന് പ്രത്യേക വിശിഷ്ടമായിട്ടുള്ള ഒരു സന്ദർശനമായി മാറുകയായിരുന്നു. ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസിൻ്റെ ഈ പന്തളം കൊട്ടാരത്തിലേക്ക് എത്തിയുള്ള പന്തളം കൊട്ടാരം പ്രതിനിധികളുമായുള്ള ചർച്ചയുമെല്ലാം അല്പസമയം മുൻപ് അദ്ദേഹം ഈ ശബരിമല വിശ്വാസവും ആചാരവും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രത്യേക ചർച്ചയും അരമണിക്കൂർ ചർച്ചയും സംഘടിപ്പിച്ചിരുന്നു. ആ ചർച്ചയിൽ പങ്കെടുത്ത് അഭിസംബോധന ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുന്നത്. ഈ ചർച്ച ഇനി തുടരുകയും ചെയ്യും. ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SJR കുമാർ, രാഷ്ട്രീയ സ്വയംസേവക സംഘ് വിശേഷ പ്രമുഖ K ജയകുമാർ അടക്കമുള്ള ആളുകൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. കൊട്ടാരം പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. കൊട്ടാരം രാജപ്രതിനിധി നാരായണവർമ്മ തമ്പുരാൻ ഉൾപ്പെടെയുള്ള വിശിഷ്ടമായിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യവും ഈ ചർച്ചയിലുണ്ട്. ഈ ചർച്ച ഇനിയും തുടരും. അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുകയാണ്. അതിന് മുൻപായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ പന്തളം കൊട്ടാരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവാഭരണ ദർശനം ഉൾപ്പെടെയുള്ള വിശിഷ്ടമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി തിരുവാഭരണ ദർശനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പന്തളം കൊട്ടാരത്തിൽ. അതിൽ വിശിഷ്ടമായിട്ടുള്ള ഒരു സാന്നിധ്യമായിട്ട് ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസിൻ്റെ ആ സാന്നിധ്യവും ഇന്ന് ഉണ്ടായി എന്നുള്ളതാണ്. അദ്ദേഹം സ്നേഹോപഹാരങ്ങൾ മറ്റ് പ്രധാനപ്പെട്ട ഈ ചർച്ചയിൽ ഇന്നിവിടെ എത്തിയിരിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് കൈമാറുന്നു. ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SJR കുമാർ, രാഷ്ട്രീയ സ്വയംസേവക സംഘ് വിശിഷ്ട സമ്പർക്ക് പ്രമുഖ് K ജയകുമാർ അടക്കമുള്ള ആളുകൾക്ക് പ്രത്യേക ഉപഹാരങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ട് അദ്ദേഹം സൗഹൃദ സംഭാഷണം നടത്തിക്കൊണ്ട് ഇവിടെ നിന്ന് പോകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ്. അതിന് മുൻപായിട്ടുള്ള ചെറിയ ഒരു സൗഹൃദ സംഭാഷണം കൂടിക്കാഴ്ചയും ഒക്കെയാണ് ഇപ്പോൾ പന്തളം കൊട്ടാരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് ഇനി ഉള്ള സമയം മടങ്ങുകയും ചെയ്യും. പന്തളത്ത് വലിയ തിരക്ക്, ഭക്തജനങ്ങളുടെ വലിയ തിരക്കും ഈ ഒരു സമയത്ത് അനുഭവപ്പെടുന്നുണ്ട്. അതിന് മുൻപായിട്ടാണ് രാവിലെ തന്നെ അദ്ദേഹം ഇവിടേക്ക് എത്തി പന്തളം കൊട്ടാരത്തിലേക്ക് എത്തി തിരുവാഭരണ ദർശനം ഉൾപ്പെടെ പൂർത്തിയാക്കിയിരിക്കുന്നത്. പന്തളം കൊട്ടാരം പ്രതിനിധികളും ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പം ചേരുന്നുണ്ട്. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.